ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സിന്ധു നദീജല കരാർ അതൊരു വാട്ടർ ബോംബാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ സിന്ധു നദീജലം നമ്മൾ പാകിസ്ഥാന് കട്ട് ചെയ്തിട്ടിട്ട്. ഇപ്പൊ വാട്ടർ ബോംബാണെന്ന് പറഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ പല പ്രസ്താവനകൾ ഇറക്കുന്നു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചെലുത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവിടെ എല്ലാം ചെന്നപ്പോഴാണ് പാകിസ്ഥാൻ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായത്. മറിച്ച് ഇന്ത്യയെ തൊടാനും അവർക്ക് സാധിക്കില്ല. കാരണം എല്ലാ ആൾക്കാരും ഇന്ത്യയുടെ കൂടെയാണ്. ഇന്ത്യ ഇപ്പൊ നാളെ പാകിസ്ഥാനെ ഇടിച്ച് ഉരുട്ടിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അപ്പൊ അവർക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ ആയിട്ട് രംഗത്തെത്തുന്നു. ആദ്യം സിന്ധു നദീജലം തരണമെന്ന് പറഞ്ഞു, കത്തൊക്കെ ഇങ്ങോട്ട് അയച്ചു. ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. പിന്നെ പാകിസ്ഥാൻ ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തു, ഇതിൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആരും കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. യുദ്ധഭീഷണിയായിട്ട് ഇത് കണക്കാക്കും എന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ടാപ്പ് സിന്ധു നദീജലം അത് അടയ്ക്കുന്ന ഒരു AI ഇമേജ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് ഇത് ആരുടെ കൈയാണെന്ന് അറിയാം. ഇത് ഇന്ത്യൻ ഭരണാധികാരിയുടെ കൈയാണ്, ഈ കൈവെട്ടണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ വരെ ഭയങ്കര ഫേമസ് ആണത്. അപ്പൊ അങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പൊ കിടന്ന് പ്രചരിക്കുന്നുണ്ട്. പോരാത്തതിന് ഏറ്റവും അവസാനം വന്ന ഭീഷണി എന്ന് പറയുന്നത് എന്താണ്, ആണവായുധം എന്തായാലും പ്രയോഗിക്കും, നമ്മുടെ ഡ്രോൺ അറ്റാക്ക് ഒക്കെ നടത്താൻ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ള ഇതൊക്കെ പുറത്തു വന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒന്നിനും പ്രതികരിക്കാതിരുന്നതാണ്. ഇന്ത്യ ഇപ്പോൾ അതിന് നമ്മുടെ രൺധീർ ജയ്സ്വാൾ അദ്ദേഹം ശക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യയുടെ നിലപാട് സ്ഥിരതയുള്ളതാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാനിൽ നിന്നും പിന്തുണയ്ക്കുന്നതിൽ നിന്ന് IWD പിന്മാറുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ വിശ്വസനീയമായും തിരിച്ചെടുക്കാത്ത വിധം ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ചർച്ചകൾ സാധ്യമാകൂ. അപ്പോഴും സിന്ധു നദീജലത്തിൽ ചർച്ച സാധ്യമാകും എന്ന് പറയുന്നില്ല. പാക് അധീന കശ്മീരിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും പാകിസ്ഥാൻ വലിയ രീതിയിൽ പ്രശ്നത്തിലായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പണ്ടൊക്കെ പാകിസ്ഥാൻ പ്രശ്നത്തിലാകുമ്പോൾ നമുക്കറിയാമല്ലോ, പാകിസ്ഥാനെ സഹായിക്കാൻ എത്തുന്ന ഒരു രാജ്യമാണ്, ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. വളരെ സഹായ മനോഭാവമുള്ള ഒരു പാർട്ടിയാണ്. നമ്മുടെ അതേ ഇങ്കും അതേ പേപ്പറും ഉപയോഗിച്ച് പാകിസ്ഥാൻ നോട്ടുകൾ അച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ RJDയുടെ MP നമ്മുടെ മുൻ FM-നോട് ഫിനാൻസ് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, അവരച്ചടിക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ വിടാൻ പറ്റുമോ, നമുക്ക് എന്നാൽ നമ്മളെ ജനങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് പുള്ളിക്കാരൻ കൊടുത്തത്. അത് മാത്രമല്ല, ഈ താജ് ആക്രമണത്തിന് ശേഷം ബിജുചേട്ടന് ഓർമ്മയുണ്ടാവും, ഇന്ത്യ പാകിസ്ഥാന് ഡിസാസ്റ്റർ എയ്ഡ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു $27 മില്യൺ എന്തോ ആണ് ഇന്ത്യ അങ്ങോട്ടേക്ക് കൊടുത്തത്. അവന്മാര് നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് നടത്തി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതിനെ അത്ഭുതപ്പെടുത്തി കേട്ടോ. കാരണം ഇപ്പോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവന്മാര്, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. സിന്ധു നദീജല കരാറിലെ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ അക്ഷരാർത്ഥത്തിൽ കിടുങ്ങിപ്പോയി. നമ്മുടെ മനീഷ് തിവാരിയാണ് ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയൊക്കെ ഉണ്ടായ ശേഷം അവസാനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇമോഷണൽ ഒരു അറ്റാക്ക് ഉണ്ടായി. അതായത് അവര് പറഞ്ഞത്, ഞങ്ങളും ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മക്കളാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ സംസ്കാരത്തിന്റെ സന്തതികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഈ ആണവായുധമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശപ്പെട്ടതല്ലേ ഈ സിന്ധു നദീജലം. അതായത് നമ്മളെ ഇമോഷണലി ടാക്കിൾ ചെയ്യാനുള്ള അവരുടെ ഒരു ശ്രമമാണ് നടന്നത്. ഇവിടെ നരേന്ദ്രമോദി ഇന്റലിജൻസിന്റെ മുമ്പിലെ വീഴുന്നില്ല, നമ്മൾ അതിന് മുകളിലുള്ള ഇന്റലിജൻസ് വെക്കുക. അപ്പോഴാണ് ഇവന്മാർ ഇമോഷന് കൊണ്ടിറങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യവുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പോ പാകിസ്ഥാന്റെ ഒരു നിലപാടിൽ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട്, ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വാഗതാർഹമാണ്. പക്ഷെ എനിക്കതിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും തോന്നുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇത്രയും നാളെ ഒരു മാധ്യമ പ്രവർത്തക എക്സ്പീരിയൻസിൽ ഒരുപാട് കഥകൾ ഇതിനകത്ത് പറയാൻ കാണുമല്ലോ. അല്ല, ഇപ്പൊ പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ആദ്യം ഭീഷണിപ്പെടുത്തി. സ്വാഭാവികം, അവരുടെ അറിയാവുന്ന പണി അതാണ്, ഭീഷണിപ്പെടുത്തലാണ്. അത് ആദ്യം അവർ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ ലോകത്തിന്റെ മുഴുവൻ പിന്തുണ ഈ സിന്ധു നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി. പക്ഷെ ആരും കൊണ്ട് അത് തലവെച്ചില്ല. കാരണം തലവെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം നാളെ ഇന്ത്യയുടെ അടുത്ത് വരേണ്ടതാണ്. ഈവൻ തുർക്കി പോലും വലുതായിട്ടാണ് അതൊന്നും ഇടപെട്ടില്ല. ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ഈ വിഷയത്തിലൊന്നും തുർക്കി ഇതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നതാണ്. തുർക്കിയാണല്ലോ ഇവരുടെ തലതൊട്ടപ്പൻ. തുർക്കി അനങ്ങിയിട്ടേ ഇല്ല. പിന്നെ മിഡിൽ ഈസ്റ്റ് കിടക്കുന്ന സൗദിയും ഗിവതിയും ഒന്നും ഇല്ല. കാരണം അവർക്കിപ്പോ അടി കിട്ടിയിട്ട് ഏത് പരുവത്തിൽ നിൽക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ അതിന്റെ ഇടയ്ക്കാണ് ഇവര് പോയിട്ട് ചൈനയെ കണ്ടിട്ട് പറഞ്ഞു, ഹിമാലയത്തിൽ നിന്നല്ലേ ഈ നദി
ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണ് ഇതിന്റെ റൈറ്റ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ചൈന എന്തായാലും ഇതുവരെ തല വെച്ചിട്ടില്ല, കാരണം തല വെക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരതിൽ അനങ്ങത്തില്ല എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരുപാട് പേര് വെള്ളം കൊടുത്തൂടെ, ഗർഭിണികളില്ലേ, അവിടെ കുട്ടികളില്ലേ, അവരുടെ വെള്ളം തടഞ്ഞു വെക്കുന്നത് ശരിയാണോ, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ സുടുക്കള് പല പേരിൽ ഇതിടാൻ തുടങ്ങി. ഇപ്പൊ പുതിയൊരു കഥ ഇറങ്ങിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ പുരാതന പാകിസ്ഥാനാണ്, പുരാതന പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ രൂപീകരിച്ചിട്ട് 78 വർഷമേ ആയിട്ടുള്ളൂ. അതായത് നമ്മുടെ രാജ്യവും പാകിസ്ഥാനും ഒരുമിച്ചാണ് രൂപീകൃതമാകുന്നത്. ആ രാജ്യം പറയുന്നത് ഞങ്ങളുടെ പുരാതന പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഹിന്ദുമതവും ഹിന്ദുവിന്റെ ആളുകളെല്ലാം. ചാണക്യൻ, പാണിനി തുടങ്ങിയവർ പുരാതന പാകിസ്ഥാന്റെ സന്തതികളാണ്. ശ്രീകൃഷ്ണൻ പ്രവാചകനാണെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഈ ഗാന്ധാര എന്ന് പറയുന്ന സ്ഥലം പുരാതന പാകിസ്ഥാനാണ്. അതാണ് പിന്നീട് ഗാന്ധാരയായി മാറുന്നത്. അത് ഇസ്ലാം മതത്തിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ സംവിധാനങ്ങൾ എല്ലാം. ഇനി ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകളും പെന്തക്കോസുകാരും സ്ഥിരം പറയുന്ന ഒരു സാധനമുണ്ട്, ക്രിസ്തു അല്ലേ ഹിന്ദുമതം രൂപീകരിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയായിരുന്നു, ഇന്ത്യയിലൊക്കെ പുള്ളിയൊക്കെ ഇറങ്ങുന്നത്. ഇനി ആ വർഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. ഇസ്ലാം മതം രൂപീകൃതമായിട്ട്, ലോകത്ത് രൂപീകൃതമായിട്ട് 1416 വർഷമേ ആയിട്ടുള്ളൂ. 2026 ആകുമ്പോൾ 1416 വർഷമായിട്ടുണ്ട്. അതായത് 610 CE-യിലാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിന്റെ ഉത്ഭവം CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ എന്നാണ്. AD എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കോമൺ ഇറ എന്നുള്ളതാണ് CE ആണ് ഉപയോഗിക്കുന്നത്. ആ 622 CE-യിലാണ് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഹിജറ വർഷം എന്ന് പറയുന്നത്. ഹിജറ വർഷമാണ് ഇസ്ലാമിന്റെ ഒരു കലണ്ടറായിട്ട്, ഒരു ഗണിത കലണ്ടറായിട്ട് അവർ കണക്കൂട്ടുന്നത്. അപ്പൊ അത് മുതൽ കൂട്ടുമ്പോൾ ഇത്രയും വർഷമേ ആയിട്ടുള്ളൂ. ഇനി ക്രിസ്തു മതത്തിലേക്ക് വന്നാൽ ഏതാണ്ട് ഒരു 2000 വർഷമേ ആകുന്നുള്ളൂ. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 1996 വർഷമേ ആകുന്നുള്ളൂ ക്രിസ്തുമതം രൂപീകൃതമായിട്ട്. ഇനി ഈ ഹിന്ദുമതം രൂപീകൃതമായിട്ടുള്ള റെക്കോർഡിക്കൽ രേഖകൾ പ്രകാരമാണെങ്കിൽ 3500 വർഷവും, മറ്റ് പണ്ഡിതന്മാർ പറയുന്നത് 5000 വർഷവും പഴക്കമുള്ള മതമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഹിന്ദു മതം എന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ തൊട്ടു താഴെയുള്ള ഈ ക്രിസ്ത്യൻ മതം ഈ പറയുന്നത് 2000 വർഷത്തെ പഴക്കമാണുള്ളത്. ബുദ്ധമതത്തിനുണ്ട് അതിനേക്കാൾ പഴക്കം, 2500 വർഷത്തെ പഴക്കം ബുദ്ധമതത്തിനുണ്ട്. അതായത് ക്രിസ്തുവിനും മുൻപ് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആണ് ബുദ്ധമതം രൂപീകരിക്കുന്നത്. ബുദ്ധമതം എവിടെ നിന്നാണ് വരുന്നത്? ഹിന്ദുമതത്തിൽ നിന്നാണ് ബുദ്ധമതം രൂപം കൊള്ളുന്നത്. അതെ, അപ്പൊ അതിന് തന്നെ അത്രയും പ്രായമുണ്ട് ആ മതത്തിന്, ബുദ്ധമതത്തിന്. ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധമത രാജ്യങ്ങളുണ്ട്. ചൈന ബുദ്ധിസ്റ്റ് രാജ്യമാണ്, കൊറിയ ബുദ്ധിസ്റ്റ് രാജ്യമാണ്, ജപ്പാൻ ബുദ്ധിസ്റ്റ് രാജ്യമാണ്. അങ്ങനെ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുടെ ഒരുപാട് ഒരു ആസിയാൻ രാജ്യങ്ങളിൽ മിക്കതും ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരും. ഏതായാലും അതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് ജൂതമതമാണ്. ജൂതമതത്തിൽ ഇതിനേക്കാൾ പഴക്കമുണ്ട് ക്രിസ്തു മതത്തെക്കാളും. ഏതാണ്ട് ഒരു 3000 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. അതിനും കൃത്യമായ രേഖയിൽ അവർ ഈ മോസയുടെ ആളുകളാണല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ മുകളിലാണല്ലോ മോസ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ആളുകളായിട്ട് അത്രയും വർഷത്തെ പഴക്കമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ ബന്ധക്കോസുകാരും ഇപ്പൊ ഈ പാകിസ്ഥാനും പറഞ്ഞു വരുത്തുന്നത് ഞങ്ങളുടെ, പാകിസ്ഥാൻ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ തുർക്കികളുടെയും അറബികളുടെയും പിൻഗാമികളാണെന്നാണ്. ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങളുടെ പിൻഗാമികളാണ് ഈ കൃഷ്ണനും ഈ പറയുന്ന ചാണക്യനും പാണിനും എല്ലാം ഞങ്ങൾ തക്ഷശില എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ്. എന്നിട്ട് ഈ അടുത്ത് പോയിട്ട് അവിടെ അവരുടേതായ ചില രൂപങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചു ഉണ്ടാക്കി. ഇപ്പൊ യുനെസ്കോ പറഞ്ഞിട്ടുണ്ട് അവിടെ സിമെന്റ് കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങൾ യുനെസ്കോ പട്ടിക നിങ്ങൾ എടുത്ത് പുറത്തു തള്ളും. യുനെസ്കോ പട്ടിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഫണ്ട് കിട്ടും. ആ ഫണ്ടിന് ഇല്ലാതാകും പാകിസ്ഥാൻ. അതാണ് ഇപ്പൊ ഒരു വാണിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഇവരുടെ കഥ കേട്ടെഴുത്തൊന്നും മകൾ അച്ഛനെ പ്രസവിച്ച കഥ പോലെ ആയിപ്പോ. സാധാരണ അച്ഛനാണല്ലോ മകൾക്ക് ജന്മം നൽകുന്നത്. ഇത് മകൾ അച്ഛനെ സൃഷ്ടിക്കുന്നത് പോലെ ആയി. പുരാണത്തിൽ പോലും അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ല. കാരണം 5000 വർഷം പഴക്കമുള്ള ഒരു മതത്തെ എങ്ങനെയാണ് 2000 വർഷം പഴക്കമുള്ള ക്രിസ്തു മതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? 1500 വർഷം പഴക്കമുള്ള ഇസ്ലാം മതത്തിൽ നിന്ന് എങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നത്? കുറഞ്ഞ വർഷം ബുദ്ധമതത്തെ പോലും ഇതിൽ നിന്നല്ല ഉത്ഭവിച്ചിരിക്കുന്നത് ഈ വർഷങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ. അതാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്. ഇത് എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചേക്കാം. ഒരുപക്ഷം ഇപ്പോൾ ഈ കഥകളാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടും പറയുന്നത്. അതായത് ഇത് ഇസ്ലാമിന്റെ പരമ്പരകളാണ് ഇന്ത്യയിലുള്ളത്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്നും ആ വിഭാഗം പറയുന്നു. നല്ല കാര്യം, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വഴിയിൽ പോകുന്നു, നല്ല കാര്യം. എല്ലാവരും ഒന്നാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത്. ഇനി ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറയും. ഇതാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് പുതിയ അജണ്ട. അതായത് ഈ അജണ്ടയുടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഒരു രീതിയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ ലോകം മുഴുവൻ ഒരു പ്രചരണം നടത്തിയത്.
വെള്ളമില്ല, പട്ടിണിയാണ്, പരിവട്ടമാണ്, കുടിക്കാൻ ഒരു തുള്ളിയില്ല, വെള്ളം വിട്ടു തരുന്നത് ഒരു മാനുഷിക പരിഗണനയില്ല. ആദ്യം ഭീഷണിയായിരുന്നു, അത് ഏറ്റില്ല. രണ്ടാമത്തെ മാനുഷികപരമായ കാര്യങ്ങളാണ്. അതും കേരളത്തിൽ പോലും അത്തരം ഫേസ്ബുക്ക് പോസ്റ്റിന് ചുടാപ്പികളല്ലാതെ വേറൊരാള് ഒരു മൂന്നാമതൊരു ലൈക്ക് അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പുതിയ കഥയുമായിട്ടാണ് വരുന്നത്. ഹിന്ദു മതം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്, ഞങ്ങളാണ് അത് ഇത് ചെയ്തത്, ഞങ്ങളുടെ പൂർവികരാണ് ചാണക്യനും കൃഷ്ണനും ഈ പറയുന്ന പാണിനിയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. തക്ഷശിലയും ഗാന്ധാരയും ഒക്കെ ഞങ്ങളുടെ ഭാഗം തന്നെയാണ്. പുരാതന പാകിസ്ഥാൻ എന്നൊരു പുതിയ പേരാണ് അവർ അടിച്ചിറക്കിയിരിക്കുന്നത്. പുരാതന പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ രൂപീകരിച്ചിട്ട് 78 വർഷമേ ഉള്ളൂ. അതിനു മുമ്പ് പാകിസ്ഥാൻ എന്നൊരു പേര് പോലും ഇല്ലായിരുന്നു. അപ്പൊ അവരോട് പുരാതന പാകിസ്ഥാൻ ഉണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു വരുന്നത് മുഴുവൻ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇനി അതുകൂടെ ഉള്ളൂ പറയാൻ, ഇന്ത്യ എന്ന രാജ്യത്ത് സൃഷ്ടിച്ചത് ഞങ്ങളാണ്, ഇന്ത്യയുടെ എല്ലാ പൈതൃകവും ഞങ്ങളാണ് എന്ന് മാത്രമേ വേണ്ടി പറയാനുള്ളൂ. അങ്ങനെ പല വഴിയിൽ പാകിസ്ഥാൻ പയറ്റി ഒരു പിക്ചർ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സംഭവം, ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ എന്തിനായിരുന്നു യുദ്ധം? വെള്ളം വിട്ടു തന്നില്ല. എന്തിനാണ് വെള്ളം വിട്ടു തരാഞ്ഞത്? അത് ഞങ്ങളുടെ കയ്യിരിപ്പുകൊണ്ടാണ് അമ്മമാര് വെള്ളം വിട്ടു തരാഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരു അവകാശവും ഇല്ലെന്ന് എങ്ങനെ പറയും? അവകാശമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മുടെ SIR പേര് വരണമെങ്കിൽ എന്തൊക്കെ വേണം? ജനന സർട്ടിഫിക്കറ്റ് വേണം, സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് ഓടത്തില്ലേ? അതായത് ഈ ബംഗ്ലാദേശികളെ കിടന്ന് ഓടത്തില്ലേ? അത് കിട്ടാൻ വരുമ്പോൾ അവർ നാട് വിട്ടുപോകും എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ഇതെല്ലാം ഒപ്പിച്ചെടുത്തോണ്ടിരിക്കുന്നത്. ഒപ്പിക്കാൻ കഥകൾ വേണം. ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത് കുറച്ചാൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, രഞ്ജിത്തിന്റെ, മമ്മൂട്ടി നായകനായിട്ടുള്ള പ്രാഞ്ചിയേട്ടൻ എന്നാണ് സിനിമയുടെ പേരും. പ്രാഞ്ചിയേട്ടൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രാഞ്ചിയേട്ടന് പത്മ പുരസ്കാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇദ്ദേഹം ഒരു അരിക്കച്ചവടക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരു പത്മഭൂഷൺ അവാർഡ് വേണം. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവർ കൂടിയിരുന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രൊഫൈൽ റെഡിയാക്കും. അപ്പൊ പ്രൊഫൈൽ റെഡിയാക്കാനായിട്ട് ഒരു ആളെ കാണുന്നു, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നു. അപ്പൊ ഈ പ്രൊഫൈല് ഇദ്ദേഹം റെഡിയാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഇന്ന ആളുടെ കുടുംബത്തിൽ ജനിച്ചതാണ്, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉസ്താദാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കുറെ കഥകൾ എഴുതി വിടുന്നുണ്ട്. ഈ കഥകൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ഇവർക്ക് പത്മഭൂഷൺ കിട്ടട്ടെ എന്നുള്ളതാണ് ആ കഥയുടെ ഒരു ഇതിവൃത്തം. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അവർക്ക് അവകാശപ്പെടാനുള്ളത് ആകെ ഉള്ളത് ഈ ഇന്ത്യയുടെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യയുടെ സംസ്കൃതി മാത്രമേ ഉള്ളൂ. അതെല്ലാം തച്ചുടച്ച് അവിടുത്തെ ക്ഷേത്രങ്ങൾ തച്ചുടച്ചു, അവിടുത്തെ ബുദ്ധവികാരങ്ങൾ തച്ചുടച്ചു, ഇതെല്ലാം നശിപ്പിച്ച് അവിടുത്തെ മിസൈലുകൾക്ക് പോലും അവർ ഇടുന്ന പേര് ഗോറി, ഗസ്നി എന്നൊക്കെ തന്നെയാണ് അവർ ഇടുന്നത്. അവർ തന്നെ പലവട്ടം അവരുടെ പാഠപുസ്തകത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന തുർക്കിയും അറബ്സും ആണ് ഞങ്ങളുടെ പൂർവികർ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴതെല്ലാം മാറ്റിയിട്ട് പറഞ്ഞു ഞങ്ങൾ പൂർവികര് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് പോയവരാണ് ഹിന്ദുക്കൾ എന്നുള്ള രീതിയിൽ ഒരു പുതിയ കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കഥ വരാൻ സാധ്യതയുണ്ട്. കൃഷ്ണൻ പ്രവാചകനാണ് എന്നിവർ മുമ്പ് പറഞ്ഞില്ല, അതൊക്കെ വീണ്ടും പൊടി തട്ടി വരാനുള്ള സാധ്യതയുണ്ട്, മറ്റേ ഈ പെന്തക്കോസുകാർ പറയുന്നതൊക്കെ തന്നെ. അപ്പം ഇതേ രീതിയിലുള്ള ഒരു ഇത്. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വൈകിയാണെങ്കിലും ഹിന്ദുമതത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതല്ലോ. ഹിന്ദു എന്ന് പറയാൻ അവർ തയ്യാറാകുന്നു, ഹിന്ദുമതത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ പാകിസ്ഥാൻ പല വഴിക്ക് നടത്തുന്ന ശ്രമമാണ്. ആ ശ്രമത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു രീതിയിലേക്കാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. മനീഷ് തിവാരിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അല്ലെ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഭീകരവാദവും ഒരുമിച്ച്, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇതാദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു ഉറച്ച നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനി മനീഷ് തിവാരി കോൺഗ്രസിന് അകത്താണോ അതോ കയ്യാലപ്പുറത്ത് ഇരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ശശി തരൂരിന് പിന്നാലെ മനീഷ് തിവാരി എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി ആർജവമുള്ളൊരു നിലപാടുമായിട്ട് വന്നു. ഇനി നമുക്ക് അറിയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ, കാരണം റണ്ണിങ് കണ്ടീഷനിലുള്ള പ്രസ്ഥാനത്തിന്റെ ആളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അവരുടെ നിലപാട്? കാരണം കഴിഞ്ഞ ദിവസം ഒരു കത്ത് എഴുതിയിരുന്നു പ്രധാനമന്ത്രിക്ക് 30ഓളം പേര്, 60ഓളം പേര്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കത്ത് എഴുതിയത്. കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളും ഉണ്ടതിൽ. വെള്ളം വിട്ടുകൊടുക്കണം, നമുക്ക് ചർച്ച നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്തെടുത്ത് ചവിട്ടുപറ്റലിട്ടിട്ടാണ് ഇന്ത്യ പറഞ്ഞത് ഇനി ചർച്ച നടത്താതിരിക്കും. അത് പിന്നെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞു ചർച്ചകൾ ഇനി ലോകത്ത് പല വഴിക്ക് നടക്കും. ഇപ്പൊ നമുക്ക് നടത്താൻ ധനുഷ ചർച്ച. ഞാനും ധനുഷും കുറെ സുഡാപ്പികളെയും കുറെ ജമാഅത്ത് ഇസ്ലാമിക്കാരെയൊക്കെ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്തോ കോവളത്തോ പൊന്മുടിയിലോ നമുക്ക് ഇരിക്കാം, ചായ കുടിക്കാം, ചർച്ച നടത്താം, എന്നിട്ടൊരു കത്തെഴുതാം, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാം. അതിനൊന്നും ഒരു തെറ്റുമില്ല എന്ന് കരുതി ആ ചർച്ചകൾ ഒഫീഷ്യൽ ചർച്ചകളല്ല അതൊന്നും. അത് നമ്മുടെ എസ് ജയശങ്കർ തന്നെ വ്യക്തമാക്കി. ലോകത്ത് ഇത് കണക്ക് 10,000-കണക്കിന് ചർച്ച വിവിധ കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇത് ഒഫീഷ്യൽ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വന്നിട്ട് അസന്നിഗ്ധമായി പറഞ്ഞു ഇന്ത്യയുടെ നിലപാട് ഇതാണ്. ഇനി കത്തെഴുതുകയോ കരയുകയോ മെഴുകുകയോ ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ നിലപാട് ഇതാണ്, ഇതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി അതായത് അപ്പോഴത്തേനാണ് ഈ സെന്റിമെന്റ്സ് കഥയുമായിട്ട് വരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പാകിസ്ഥാന്റെ സെന്റിമെന്റ്സ് കഥയായിരുന്നു, കണ്ണീർ കഥകളായിരുന്നു, വെള്ളം കിട്ടാത്ത ദുരിതങ്ങളായിരുന്നു.
ഇപ്പം അത് മാറ്റിയിട്ട് കുറെ ഇമോഷണലി ആണ് മതത്തിന്റെയും ദൈവങ്ങളുടെയും ഒക്കെ പേരിൽ ഇമോഷൻ, ഞങ്ങളല്ലേ നിങ്ങൾ, നിങ്ങളല്ലേ ഞങ്ങൾ, നിങ്ങളുടെ രക്തമല്ലേ ഞങ്ങളുടേത്, ഞങ്ങളുടെ രക്തമല്ലേ നിങ്ങളുടേത്, അങ്ങനെ അങ്ങനെ ഒരു പൈതൃക ബന്ധങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവര്. ഇതുവരെ കാഫിർ എന്നല്ലാതെ വേറൊന്നും വിളിക്കാത്തൊരു രാജ്യമാണത്. അവരാണ് ഇപ്പോൾ ഈ വലിയ രീതിയിൽ ഇത്തരത്തിൽ പറയുന്നത്. എന്തായാലും കേൾക്കാൻ രസമുണ്ട്. നേരം പോക്കിന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. ഇതിനെ വലിയൊരു കാര്യഗൗരവമുള്ള ഒരു വാർത്തയായിട്ട് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടല്ല, ഇങ്ങളും നടക്കുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഒരു സബ്ജക്ട് എടുത്തത്. കാരണം പ്രേക്ഷകർ അറിഞ്ഞിരിക്കണമല്ലോ പാകിസ്ഥാൻ കാണിക്കുന്ന ഉടായ്പകൾ. ഭീഷണി മാത്രമല്ല പാകിസ്ഥാൻ ഇവ നടത്തിയത്, ഭീഷണി കഴിഞ്ഞു, കരഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇമോഷണലി ആണ് നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മുടെതല്ലേ നിങ്ങൾ, ഞങ്ങളുടെ രക്തമല്ലേ നിങ്ങളുടെ രക്തം എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ് സീനാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത്, അടുത്ത ചിലപ്പോൾ ഒരുപക്ഷെ യാചനയായിരിക്കാം. കാരണം ഈ അഭിമാനം എന്നുള്ളതുകൊണ്ടാണ് യാചിക്കാൻ നിൽക്കുന്നത്. അടുത്തൊരു യാചനയുടെ സ്വരം വരും, അല്പം വെള്ളം തന്നൂടെ എന്നൊരു ഇതിൽ വരും. അതല്ലെങ്കിൽ അവന്മാർ തോക്കെടുക്കാനുള്ള സാധ്യതയാണ് പിന്നെ കാണുന്നത്.